നാമത്തിൽ മാത്രമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സുധാ തോമസ് എന്നാണ്. ഞാൻ ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഞാൻ ഒരു അസാധാരണമായ രോഗത്തിൽ കൂടിയാണ് ഞാൻ യേശുവിനെ അറിയാനിടയായത്. എൻ്റെ രോഗം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിലെ ഒരു തരം അലർജി രോഗമാണ്. അത് പക്ഷേ ഒരു വേറെ ലെവലിലേക്ക് ഞാൻ അബ്നോർമൽ ആവുന്ന വിധത്തിലേക്ക് ഒരു പൈശാചികമായൊരു രോഗമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അവർ ചെറുപ്രായത്തിൽ തന്നെ നേർച്ചകൾ, പൂജകൾ എന്നു വേണ്ട അനാചാരങ്ങളെല്ലാം ചെയ്തു. അതിനൊന്നും അവർക്ക് രക്ഷിക്കാൻ പറ്റാതെ ഇപ്പോൾ ഒരു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർമാർക്കും എന്നെ രക്ഷിക്കാൻ പറ്റാതെ ഇപ്പോൾ അവർ സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ചു. ടീനേജിൽ എന്തെങ്കിലും ചേഞ്ചിൻ്റെ ആണെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഒന്നും രക്ഷിക്കാൻ എന്നെ പറ്റിയില്ല. അപ്പോഴെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും കഷ്ടപ്പെട്ടു, എൻ്റെ മാതാപിതാക്കളും കഷ്ടപ്പെട്ടു. ആ സമയങ്ങളിലെല്ലാം ഞാൻ ക്രിസ്തീയ മാസികകൾ വായിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്. അങ്ങനെ ഫ്രണ്ട്സുകളെല്ലാം എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സുകളാണ്. അവിടെല്ലാം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിയിൽ ഒരേ ഒരു നാമമേ ഉള്ളത്, യേശുവിൻ്റെ നാമം മാത്രമെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ശാപം, എൻ്റെ പാപം, എൻ്റെ രോഗം ഏറ്റെടുത്ത് മരിച്ചവൻ യേശു മാത്രമെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ചപ്പോൾ അസാധാരണമായ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ ആ വചനത്തിൽ പറ്റി. അന്നൊന്നും ഇത്ര വലിയ വിശ്വാസമില്ലെങ്കിലും എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ യേശുവിൻ്റെ ആ വചനത്തിൽ ഞാൻ കൂടുതലായി വിശ്വസിച്ചു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായൊരു നാമമുണ്ട്, അത് യേശുവിൻ്റെ നാമം മാത്രമാണെന്ന്. മനുഷ്യനും ദൈവത്തിനും മധ്യസ്ഥൻ അത് യേശു മാത്രമാണെന്നും ഞാൻ ഇന്നും അന്നും എന്നും വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നിൽക്കുന്നത്. ആ യേശു ഇന്നും രോഗികളെ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. അങ്ങനെ എൻ്റെ ടീനേജ് പ്രായത്തിൽ 19-ാം വയസ്സിലാണ് ഞാൻ ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ നായർ സമുദായത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതാണ്. ഞാൻ വിവാഹം ചെയ്തത് റോമൻ കത്തോലിക്ക് കുടുംബത്തിൽ ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ വിവാഹം കഴിയുന്നത്. അവരുടെ ആചാരപ്രകാരം സുധ എന്നുള്ളത് ഒരു മേരി തോമസ് ആക്കി മാറ്റി. അവരുടെ റോമൻ കത്തോലിക്കിൻ്റെ ഓരോ ആചാരങ്ങളനുസരിച്ച് അവരറിയുന്നത്, അവരുടെ ഓരോ കർമ്മങ്ങളനുസരിച്ച് എന്നെ ഒരു മാസത്തോളം അവരുടെ കർമ്മങ്ങളും അവരുടെ ആചാരങ്ങളെല്ലാം പഠിപ്പിച്ചു. അതിൽ കൂടി ഞാൻ മാനസാന്തരമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മാനസാന്തരമില്ല. എൻ്റെ വിവാഹത്തിന് വേണ്ടി മാത്രം ഞാൻ മേരി തോമസായി മാറി. പക്ഷേ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ അറിയുന്നില്ല എൻ്റെ ഭർത്താവ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഡ്രഗ് പെത്തഡിനും മോർഫിനാണ് ഉപയോഗിക്കുന്നത്. ആ ഡ്രഗ്സ് മാത്രമല്ല, ഈ സിഗരറ്റിൻ്റെ ഉള്ളത് പൊടി കളഞ്ഞ് അതിൽ കഞ്ചാവ് നിറച്ച് അതും ഉപയോഗിക്കും. മദ്യം വെള്ളം ചേർക്കാതെ മദ്യപിക്കും. സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഒന്ന് ഇങ്ങനെ വലിച്ച് തീർക്കുക. അങ്ങനെ ഒരു സ്വബോധവും ഇല്ലാത്തൊരു ഭർത്താവിനെയാണ് ലഭിച്ചത്. പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്കൊരു പക്ഷെ ചോദിക്കും, ഇത് നിങ്ങൾക്ക് മുമ്പേ അറിയത്തില്ലേന്ന്. പക്ഷേ ഡ്രഗ് അടിക്കുന്ന വ്യക്തികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ പെത്തഡിനും മോർഫിനും അവരുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആ സമയത്തൊരു സ്റ്റാമിന ഉണ്ടാവും. ഞാൻ ഈ ഡ്രഗ്സും കഞ്ചാവും ഉപയോഗിക്കുമ്പോൾ ആ സമയത്താണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നോർമലാണ് ആള്. പക്ഷേ ഡ്രഗ്സിൻ്റെ ആ ഒരു സ്റ്റാമിന നഷ്ടപ്പെടുമ്പോൾ ആ സുബോധമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം തൃശ്ശൂർ മഡോണ ചർച്ചിൽ വെച്ച് 2 കുടുംബത്തിൻ്റെയും സാന്നിധ്യത്തിൽ ഞങ്ങളുടെ വിവാഹം നടന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് വിവാഹത്തിന് മുമ്പായിട്ട് ഞങ്ങൾക്കൊരു കൗൺസിലിംഗ് നടത്തിയിരുന്നു. അതിൽ അച്ഛന്മാർ, കന്യാസ്ത്രീകൾ, ഡോക്ടേഴ്സ്, സൈക്കാട്രിസ്റ്റ് എല്ലാവരും വന്നിരുന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെയും ഇരുത്തിയിട്ടാണ് അവർ സംസാരിച്ചത്. എന്നെ അന്ന് എൻ്റെ ചെറുപ്രായതുകൊണ്ട് അവർ മോളെന്നാണ് വിളിച്ചിരുന്നത്. മോളെ, ഈ വിവാഹത്തിന് നീ ഒരിക്കലും സമ്മതിക്കരുത്. കാരണം ഒരിക്കലും ഒരു കുടുംബജീവിതം നിനക്ക് ഉണ്ടാവില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ തന്നെ മന്ദബുദ്ധികളോ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ഏതെങ്കിലും അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ജനിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയെല്ലാം അന്നത്തെ ടീനേജ് പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മത്സരബുദ്ധിയായിരുന്നു എനിക്ക്. കാരണം ഈ വീട്ടുകാരുടെ ഒരു ഐഡിയ ആണ് ഞങ്ങളുടെ വിവാഹം നടക്കാതിരിക്കാനുള്ള, അവരുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുന്നത് ഒരു ഐഡിയ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ
അത് വാസ്തവമായി ഞാൻ മനസ്സിലാക്കിയത് അന്ന് രാത്രിയായിരുന്നു. എൻ്റെ വിവാഹത്തിൻ്റെ അന്ന് രാത്രി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് ഇല്ല. എൻ്റെ ഹസ്ബൻഡ് തൊട്ടടുത്ത് ബാത്റൂമിൽ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ ഒരു ഗതദേശത്തെ ഭൂതസ്ഥന് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഭ്രാന്ത അവസ്ഥയിൽ സ്വന്തം പല്ലുകൊണ്ട് ഇത്രയും ഒരു ആംബിയോൺ എത്രയും വെച്ചാൽ 18 ആംബിയോൺ പെത്തഡിനും മോർഫിനും സ്വന്തം പല്ലുകൊണ്ട് കടിച്ച് ഈ സ്വന്തം മാംസം ഈ അഴുകിയ അതിനെക്കുറിച്ച് പറയാൻ അതിന് കുത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. അപ്പം അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹത്തിന് മുമ്പേ 6 വർഷത്തോളം ഇതിന് അഡിക്റ്റ് ആയൊരു വ്യക്തിയാണ് ദൈവം എനിക്ക് തന്നത്. അന്ന് ദൈവം എന്നോട് ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. ഈ സീൻ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു. അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ മറ്റൊരുത്തിനൊരു രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ ഭൂമിക്ക് മേലെ ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെ നാമം മാത്രമാണെന്ന് പറഞ്ഞ് നീ എന്നെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ദൈവമേ, പിന്നെ എന്തുകൊണ്ട് ഈ ശോധനയിൽ കൂടി കടത്തിവിട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് ദൈവം അന്ന് സംസാരിച്ചതാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ചവർക്ക് സകലതും നന്മയ്ക്കാക്കി മാറ്റുന്ന. അന്ന് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. പക്ഷേ ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ചവർക്ക് സകലതും അവൻ നന്മയ്ക്കാക്കി മാറ്റും. പിശാച് തിന്മയായ എൻ്റെ ജീവിതത്തെ തകർക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് യേശുവിൻ്റെ രക്ഷ എൻ്റെ ഭർത്താവിൻ്റെ മേലും വന്നത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കേരളത്തിലെ ട്രാഡ, പൈങ്കുളം, കാക്കനാട് എന്ന് വേണ്ട എല്ലാ ഭ്രാന്താസ്പത്രികളിലും പോയി തോമസ് ജോസ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അവർ ആ ഫയൽ എടുത്ത് കാണിച്ചു തരും. കാരണം ഇത്രയും ഡ്രഗ് അടിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് പോലും ഇല്ലാതാണ് അവർ പറയുന്നത്. സ്തോത്രം. കാരണം ഈ ഡ്രഗ്സിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ പെത്തഡിൻ്റെ മോർഫിൻ്റെ ചെറിയൊരു അംശം പോലും ഒരു മനുഷ്യ ശരീരത്തിൽ താങ്ങാൻ പറ്റത്തില്ല. അവർ 2 ദിവസത്തോളം അതിന് മയങ്ങിക്കിടക്കും. ആ സ്ഥാനത്ത് എൻ്റെ ഭർത്താവ് 18 വരെയും എത്തി. അപ്പൊ ആദ്യം തന്നെ 18ലേക്കല്ല കടന്നത്, ഊട്ടിയിലാണ് കൊണ്ട് പഠിപ്പിച്ചിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് അവിടെ വെച്ചൊരു റാഗിങ്ങിലാണ് ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിന് ദുശീലത്തിന് അടിമപ്പെട്ടത്. അവിടെ ആദ്യം ഒരു ആംബിയോണിലാണ് തുടങ്ങിയത്, ഒരു പെത്തഡിനും ഒരു മോർഫിനും. അപ്പൊ അത് ഗ്രാജുവലി അത് ഇങ്ങനെ തുടർമാനം ഉപയോഗിച്ച് 18ലെത്തി. ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എൻ്റെ ഭർത്താവ് കടന്നുപോയി. ഈ പെത്തഡിനും മോർഫിനും എവിടെ നിന്ന് കിട്ടുന്നെന്ന് പലപ്പോഴും ഒരു സംശയ ചോദ്യം എല്ലാവർക്കും വരാം. ഞങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ആ മെഡിക്കൽ ഷോപ്പിൽ ഗവൺമെൻറ് ഈ ഡ്രഗ് വിൽക്കാനുള്ള ലൈസൻസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് അത് നിറച്ചും സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുമായിരുന്നു. ആ സ്റ്റോക്കിൽ നിന്ന് ഈ പേരൻസ് അറിയാതെയാണ് ഇത്രയും മെഡിസിൻ, ഈ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് സ്വന്തമായി ഉപയോഗിച്ച് തുടങ്ങി. സ്തോത്രം. എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ജനവാതിലൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം പിടിച്ച് കെട്ടണം, കൈകളും കാലുകളും ബന്ധിച്ച് ഈ തുണി വായിൽ തിരികിയിട്ട് വേണം. ചില സമയങ്ങളിൽ ഈ ഡ്രഗ് കൊടുത്തില്ലെങ്കിൽ വയലൻ്റ് ആവും. അതുപോലും എൻ്റെ ഈ 10 വർഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ 6 വർഷം അടിമപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് 10 വർഷം എൻ്റെ കൈകൾ കൊണ്ടുപോലും ഞാൻ ഡ്രഗ് കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് അല്ലല്ലോ, ആ ഹസ്ബൻഡിലുള്ള ദുശീലമാണല്ലോ, അല്ലെങ്കിൽ ആ പൈശാചിക ശക്തിയാണല്ലോ എൻ്റെ ഹസ്ബൻഡ് ഈ നിലയ്ക്ക് ആക്കുന്നതിനുള്ള മനസ്സിലാക്കാനുള്ള വലിയൊരു കൃപ എനിക്ക് ദൈവം തന്നതുകൊണ്ടാണ് ആ വ്യക്തിയോടുകൂടി ഇന്ന് വരെയും ജീവിക്കാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഞരമ്പുകളിലാണ് എൻ്റെ ഭർത്താവ് ഡ്രഗ് ഉപയോഗിച്ചിരുന്നത്. ആ ഡ്രഗ് മരുന്നുകൾ ഉപയോഗിച്ച് നിരന്തരമായ ഉപയോഗത്താൽ എൻ്റെ ഹസ്ബൻഡ് ഞരമ്പുകളെല്ലാം ഡെഡായി. ഇന്നും ഹസ്ബൻഡിന് ഒരു രോഗം വന്നാലോ ഒരു ആക്സിഡൻറ്റ് വന്നാലോ ഒരു ഡോക്ടറെ എടുത്തുകൊണ്ട് പോയാൽ ഞരമ്പുകളില്ല. എൻ്റെ ഹസ്ബൻഡിന് ഞരമ്പുകളില്ല. എത്ര അവർ ശ്രമിച്ചാലും അത് പുറത്ത് വരത്തില്ല. അങ്ങനെ ഞരമ്പുകൾ ഡെഡായി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവ് ഉപയോഗിക്കുന്നത് ഈ മസിൽസുകളാണ്. ഈ 2 ഷോൾഡർ, ഈ മസിൽസ്, ബട്ടക്സ് എന്ന് വേണ്ട ശരീരത്തിൽ എവിടെയൊക്കെ മസിൽസ് ഉണ്ടോ അവിടെയെല്ലാം കുത്തിവെക്കും. അവർ കുത്തിവെക്കുന്നതിൻ്റെ ഫലമായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരത്തിലെ ഓരോ മസിൽസും നഷ്ടപ്പെട്ടു. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരം കാണുകയാണെങ്കിൽ ഇവിടെ കുഴിഞ്ഞ്, ഈ ഭാഗമെല്ലാം കുഴിഞ്ഞ്, സാധാരണ കുഴിവൊന്നുമല്ല, ഭയങ്കരമായിട്ട് കുഴിഞ്ഞ് ഈ മസിൽസ് ഇല്ല, ബട്ടക്സ് ഇല്ല, ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇല്ലാതെ അങ്ങനെ മസിൽസിനെ നഷ്ടപ്പെടാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ഭർത്താവ് തിരഞ്ഞെടുത്തത്, കാരണം 16 വർഷത്തോളം ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ
അത് വലിയ കാര്യമാണ്. അപ്പോൾ ശരീരം വേണമല്ലോ. അതിനു വേണ്ടി എൻ്റെ ഹസ്ബൻഡ് പിന്നെ തിരഞ്ഞെടുത്തത് മാംസളമായ ശരീരമാണ്. അത് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ മാംസങ്ങളുണ്ടോ അവിടെയെല്ലാം കുത്തിവെക്കുക. ആ മാംസങ്ങളിൽ കുത്തിവെച്ച് എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിലെല്ലാം അഴുകിയ വ്രണങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആ വ്രണത്തിൽ കൂടി ഈ പഴുപ്പും ചലും ചോരയും ഒഴുകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഞരമ്പുകൾ, അതുപോലെ എല്ല്, എല്ലാം നമ്മൾ ഒരു കൈ പോലും കുഴിയുന്ന രീതിയിലാണ് ഓരോ വലിയ വലിയ കുഴികൾ. ആ കുഴികളിലെല്ലാം ഒരു ഭാഗം ഉണങ്ങുമ്പോൾ വേറൊരു ഭാഗം കണ്ടുപിടിച്ച് അവിടെ കുത്തിവെക്കും. അവിടെ ഉണങ്ങുമ്പോൾ അത് അടുത്ത ഭാഗം കുത്തിവെക്കാൻ തുടങ്ങുക. അങ്ങനെ കുത്തിവെച്ച് ശരീരം മുഴുവൻ ഒരു കുഷ്ഠരോഗി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് എന്ത് ഞങ്ങളുടെ ശരീരങ്ങളെല്ലാം തമ്മിൽ ബ്ലഡിൽ ഇതാവും. അത്രമാത്രം ബ്ലഡ് ദുർഗന്ധം വഹിക്കുന്നതാണ് ശരീരത്തിനൊഴികെ. എൻ്റെ ഹസ്ബൻഡ് ലാസ്റ്റ് സ്ഥലമില്ലാതെ ഇപ്പോൾ ഈ വിരലുകളുടെ അറ്റത്തിൽ പോലും എൻ്റെ ഹസ്ബൻഡ് കുത്തിവെച്ചിട്ടുണ്ട്. ഞാനിതെല്ലാം കാണുമ്പോൾ വാവിട്ട് കരയും. പക്ഷേ ഒരു കല്ലിന് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്നൊരു പട്ടിക്കുട്ടിക്ക് പോലും പിന്നെ സ്വബോധമുണ്ട്. അത്രമാത്രം എൻ്റെ ഹസ്ബൻഡിന് എന്തിനാ കരയുന്നു ഇതുവരെ ചോദിച്ചിട്ടില്ല. ഭർത്താവിന് സ്വബോധമില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. എന്നെ ഓരോ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അവിടെയെല്ലാം എന്നെ ഇവിടെ നിർത്തിയിട്ട് പറയും ഞാനിപ്പോൾ വരാം പറഞ്ഞ് ഞാൻ മണിക്കൂറോളം എൻ്റെ ഭർത്താവിനെ വിശ്വസിച്ച് ഞാൻ കാത്തു നിന്നിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞാൻ എൻ്റെ യേശുവാണ് എന്നെ രക്ഷിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ സുരക്ഷിതത്വം ഞാൻ യേശുവിൽ കണ്ടു. എൻ്റെ വേദനകളെല്ലാം ഞാൻ യേശുവിനോട് പറയാൻ തുടങ്ങി. പക്ഷെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഞാൻ അവിടെ എല്ലാം ദൈവത്തോട് പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളെങ്കിലും തരണം എന്ന് ഞാൻ പറയാൻ തുടങ്ങി. സ്തോത്രം, നീ സ്തുതിക്കുന്നു. അവിടെ ഞാൻ യേശുവിൻ്റെ സ്നേഹമാണ് പറയുന്നത്. ഒരിക്കലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. സ്തോത്രം, ഈ ലോകം, ഈ വൈദ്യശാസ്ത്രമെല്ലാം. പക്ഷേ അവിടെയെല്ലാം എൻ്റെ യേശുവിൻ്റെ ശക്തി, അവിടെ വചനത്തിൽ പറയുന്ന മരിച്ചവരെ ജീവിപ്പിക്കുകയും ഒന്നുമില്ലാത്ത ശൂന്യതയിൽ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തരികയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം ആശയ്ക്ക് വിരോധമായ ആശയോടെ കാത്തിരുന്നത് പോലെ ആ വചനത്തിന്റെ ശക്തിയാണ് ഞങ്ങൾക്ക് ദൈവം 3 കുഞ്ഞുങ്ങളെ നൽകി. മന്ദബുദ്ധികളായിരിക്കും പറയുന്ന സ്ഥാനത്ത് ദൈവം നല്ല ബുദ്ധിയുള്ള മനോഹരമായ 3 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ദൈവം നൽകി. പക്ഷേ ആ കുഞ്ഞുങ്ങളും ഞാനും ജീവിക്കുന്ന ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ ഭവനത്തിലെ എല്ലാവിധ പോരുകളും ഞാൻ അനുഭവിച്ച് എൻ്റെ അമ്മായി എല്ലാവിധ. കാരണം എൻ്റെ ഭർത്താവിന് വിലയില്ലാത്തത് കൊണ്ട് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ ഒരു അടിമ എങ്ങനെ ജീവിക്കുന്നത് ആ ഒരു തരത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നൊന്നില്ലെങ്കിൽ രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് മരിക്കണം. എനിക്ക് എൻ്റെ അമ്മ എത്രയോ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ എൻ്റെ കൂടെ വാ. പക്ഷെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ വിട്ടേച്ച് പോകാൻ ഇഷ്ടമല്ല. കാരണം പണത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡിനെ കൊല്ലുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ തീരുമാനമെടുത്തു ഇനി ഇവിടെ ജീവിക്കരുത്, എനിക്ക് മരിക്കണമെന്ന്. പക്ഷേ എങ്ങനെ മരിക്കണം, എങ്ങനെ കുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ തീരുമാനം വലുതായിരുന്നു. ഞാൻ ആ ഭവനത്തിൽ നിന്ന് 3 കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങി. ആ സമയത്ത് എന്നോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് എനിക്ക് വലുതാണ്. അപ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള രക്ഷ അന്ന് ഞാൻ മനസ്സിലാക്കി. ഒരുവൻ ലോകം മുഴുവൻ എത്ര ലോകം മുഴുവൻ എന്തെല്ലാം നേടിയാലും, എത്ര വിദ്യാഭ്യാസത്താൽ ഏതെല്ലാം വിധത്തിൽ നമ്മളെല്ലാം നേടിയാലും നമ്മുടെ ആത്മാവ് വലുതാണ്. ആ ഒരു സത്യത്തിലേക്ക് എന്നെ ദൈവം നയിക്കുകയായിരുന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരെ എന്നെ കണ്ടുപിടിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ വീണ്ടും തിരികെ അവരുടെ വീട്ടിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഇഷ്ടപ്പെട്ടെന്നില്ല, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമല്ല. എന്നാലും ആ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ നിന്ന് ഞാൻ അവസാനമായി എൻ്റെ ദൈവത്തോട് ഞാൻ കരയുക. ഒരു കുഞ്ഞിനെ എൻ്റെ ഇവിടെ ചേർത്ത് പിടിച്ച് 2 കുഞ്ഞുങ്ങൾ ചേർത്ത് പിടിച്ച് ഞാൻ കരഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം ആ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ കണ്ണുനീർ കണ്ടു. അങ്ങനെ ഒരു ദൈവദാസനെ എൻ്റെ ഭവനത്തിലേക്ക് ദൈവം അയക്കുകയാണ്. തൃശ്ശൂരിലൊരു ദൈവദാസന്മാരൊക്കെ വരിക ഞാൻ ഒരിക്കലും ഭവനത്തിൽ പോലും കയറ്റത്തില്ല. പക്ഷെ ആ സ്ഥാനത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എൻ്റെ മാതാവിന്, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു കരുണ തോന്നിയതുകൊണ്ട് ദേവദാസനെ കയറ്റുക. ആ ദേവദാസൻ പരിശുദ്ധാത്മാണെന്ന് അറിഞ്ഞിട്ട് എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു ഇനി ഇങ്ങനെ പറഞ്ഞത്
ഇതാ കർത്താവിന്റെ ദാസി, എൻ്റെ വചനം നിന്നിൽ ഭവിക്കട്ടെ. ഇനി മനുഷ്യന് അസാധ്യം, ഇനി ദൈവത്താൽ നിനക്ക് സാധ്യം. കാരണം മനുഷ്യന് അസാധ്യം, ദൈവത്താൽ ഇനി നിനക്ക് സാധ്യം എന്ന് പറയുമ്പോൾ ആ ദേവദാസിന് ഒരിക്കലും എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. ഔചാരികമായി കടന്നു വന്നത്, മഴ പെയ്യുന്നത് കൊണ്ട് മാത്രം ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം കയറി വന്നതാ. പക്ഷെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് ആ ദേവദാസൻ പറയാണ്, ഇനി മനുഷ്യൻ അസാധ്യം, ദൈവത്താൽ നിനക്കെല്ലാം സാധ്യം. ആ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷം നൽകി. ഞാൻ ആരും അറിയാതെ ഈ പെന്തക്കോസ്താനിലെ ഈ ദേവദാസിന്റെ കുടുംബത്തിലേക്കും പോവും. അവിടെ വെച്ച് എനിക്ക് ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കാൻ തുടങ്ങി. അവിടെ വെച്ച് വചന വെളിപ്പാട് കിട്ടി. ആ വചന വെളിപ്പാട് ഇങ്ങനെയാണ്: സാക്ഷാൽ നമ്മുടെ വ്യാധി അവൻ വഹിച്ചു, ആ വേദന അവൻ ചുമന്നു, യേശുവിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ആ വചനത്തിന്റെ ആ വെളിപ്പാട് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ലോകത്തിലെ മരുന്ന്, ഈ എൻ്റെ ഹസ്ബൻഡിന് ഒരു മരുന്നിനോ ഒരു മന്ത്രത്തിനോ ഒരു പണത്തിനോ ഒരു പദവിക്കോ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം അങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ തോമസാന്റെ വീട്ടുകാർക്ക് അവരെ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷെ ആ സ്ഥാനത്ത് ദൈവം പറയാണ്, സാക്ഷാൽ നിന്റെ ഭർത്താവിന്റെ വ്യാധി ഞാൻ വഹിച്ചു, നിന്റെ ഭർത്താവിന്റെ ആ വേദന ഞാൻ ചുമന്നു, യേശുവിന്റെ അടിപ്പിണരാൽ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ അടിപ്പിണ നമുക്ക് എല്ലാവർക്കും സൗഖ്യം വന്നിട്ടുണ്ട്. ആ ഒരു വചനം എൻ്റെ നാവ് കൊണ്ട് ഞാൻ എത്രമാത്രം വിശ്വാസത്താൽ എൻ്റെ നാവ് കൊണ്ട് യേശുവിന്റെ അടിപ്പിണരാൽ എൻ്റെ ഭർത്താവിന് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിന്റെ അടിപ്പിണരാൽ എൻ്റെ ഭർത്താവിന് സൗഖ്യം വന്നിരിക്കുന്നു, ഇത്രമാത്രമേ എനിക്ക് പറയാറിയത്തുള്ളൂ. കാരണം എന്നെ വചനത്തെക്കുറിച്ച് എനിക്കൊരു കാര്യങ്ങൾ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വചനം ആ സത്യമൊന്നും അറിയുന്ന ഒരു ടൈമായിരുന്നില്ല. പക്ഷേ യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചന ജീവനായി ചൈതന്യമായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറി എൻ്റെ ഭർത്താവിൻ്റെ സന്ധിവജ്ജകളിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങി. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ടും എൻ്റെ ചെവി കൊണ്ടും എൻ്റെ കൈ കൊണ്ടും ഞാൻ സ്പർശിച്ച് ഈ വചനമെന്ന് തന്നെ പറയാം. അത് അനുഭവിച്ചുകൊണ്ടിരുന്ന എത്ര കാലം ഞാൻ ഈ വചനം ഇങ്ങനെ ഒരു ഭ്രാന്തിയെപ്പോലെ പറഞ്ഞു എനിക്കറിയത്തില്ല. പക്ഷേ ആ വചനത്തിൽ സത്യമുണ്ടായിരുന്നു. ആ ശക്തിയോടുകൂടി എൻ്റെ ഭർത്താവ് ഡ്രഗ്സ്, കഞ്ചാവ്, മദ്യപാനം, സിഗരറ്റ് കംപ്ലീറ്റ് നിർത്തി. സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇന്നും ജീവനോടെ ഇരിക്കുന്നു. സ്തോത്രം. ഈ സാക്ഷ്യം ഞങ്ങൾ കാട ഇവിടെ പൈങ്കളം 2 ഹോസ്പിറ്റലിലും പോയിട്ട് എൻ്റെ ഹസ്ബൻഡിന് സൗഖ്യം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതാണ്. കാരണം ഈ ലോകത്ത് ആർക്കും എൻ്റെ ഭർത്താവിനെ സൗഖ്യമാക്കാൻ പറ്റില്ല. അപ്പോൾ കാണുന്നവരോടെല്ലാം തൃശ്ശൂരിലാവട്ടെ തോമസായനെ അറിയുന്ന എല്ലാ വ്യക്തികളോടും ഞങ്ങൾ ഈ സാക്ഷ്യം പറയുമ്പോൾ അവർ പറയുന്നത്, ഇത് ഒരിക്കലും അവർ യേശുവിനെ എന്താ പറയേണ്ടത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു അനുഭവമാണല്ലോ. തൃശ്ശൂരിൽ എല്ലാവർക്കും അറിയാം എൻ്റെ ഭർത്താവ് എങ്ങനെയാണെന്ന്. അപ്പോൾ അവരോടെല്ലാം ഈ സുവിശേഷം പറയുമ്പോൾ അവരെല്ലാവരും ഈ യേശുവിനെ വിശ്വസിച്ച് ഞങ്ങൾ സുവിശേഷം ആരോടെല്ലാം പറഞ്ഞു അവരെല്ലാം ഈ ഡ്രഗ്സ്, കഞ്ചാവ്, മദ്യപാന, സിഗരറ്റിന് അടിപ്പെട്ട എല്ലാ വ്യക്തികളോടും ഞങ്ങൾ ഈ തോമസായൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പറയും. അവർക്കെല്ലാം ഈ ആ അവസ്ഥയിൽ കിടക്കുന്ന പല വ്യക്തികളും രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ കർത്താവിൻ്റെ സ്നാനമേറ്റു. സ്നാനം ഏൽക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ സൗഖ്യം കിട്ടപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഇനി സ്നാനത്തിൻ്റെ ആവശ്യമില്ലാതെ ഞങ്ങൾ ചിന്തിച്ചു. പക്ഷേ കർത്താവ് എന്നെ രാത്രിയിൽ ദൈവം ദർശനത്തിൽ കൂടി പറഞ്ഞു. നിക്കോമോസിന്റെ ഉപമയാണ് പറഞ്ഞത്. അതൊന്നും ഞാൻ കൂടുതലായി പറയണ്ടല്ലോ. ഒരുവൻ വീണ്ടും ജനിക്കണമെന്ന് ആ ഒരു ഉപമ പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി ഞങ്ങൾ സ്നാനപ്പെട്ടു. അപ്പം ഞങ്ങൾക്ക് ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. കാരണം കഷ്ടത ഈ ലോകത്തിൻ്റെ ചിന്ത മാത്രമാണ് ഒരുവനുണ്ടെങ്കിൽ നമ്മളെ എല്ലാ മനുഷ്യരെക്കാട്ടും നികൃഷ്ടന്മാരാണ്. കാരണം അത് മൃഗത്തിനോട് തുല്യമാണ്. പക്ഷേ വരുവാനുള്ളൊരു നിത്യതയുണ്ട്. ആ നിത്യരാജ്യത്തിലേക്ക് കഷ്ടതയിൽ കൂടെ മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറയുന്ന ജയാളിയായ യേശു ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട്, ആ കരത്തിൽ ഞങ്ങൾ മുറുകെ പിടിച്ചതുകൊണ്ട് ഇന്നും നിന്ദിക്കുന്ന പരിഹസിക്കുന്ന മുന്നിലെല്ലാം ദൈവം ഞങ്ങളെ മാനിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രയാസം അനുഭവപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് ഭൂമിയോടെയൊരു നാം, അത് യേശുവിന്റെ നാമം മാത്രം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സ്വന്തം പുത്രനെ പോലെ ആദരിക്കാതെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവരെ കൈകൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ
അവൻ്റെ ദൈവത്തിൻ്റെ വചനം നമ്മൾ കൈക്കൊള്ളണം. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം വന്നുകൊണ്ടിരിക്കും. വിശ്വാസം കേൾവിയാലാണ്, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പം തന്നെ ആ ഹൃദയത്തിൽ യേശു മാത്രമാണ് രക്ഷകനും നാഥനും ഭരണകർത്താവ് എന്ന് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ വാഗൊണ്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയാൻ നിങ്ങളും ദൈവപൈതലാവും. ഈ ദൈവപൈതലായ നിങ്ങളെ നിത്യം ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതും. അങ്ങനെ ഞങ്ങളെയും ഈ യേശുവിനോട് ചേർന്നതുകൊണ്ട് ഞങ്ങളും ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങൾ പേര് എഴുതി. എല്ലാവർക്കും ഒരു നിത്യതയുണ്ട്. ആ നിത്യത ലഭിക്കുവാൻ ഈ ഒറ്റൊരു വഴിയുള്ള യേശുക്രിസ്തു മാത്രം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും യേശുവിനെ രക്ഷിതാവും ഭരണകർത്താവായി നിങ്ങൾക്കും സ്വീകരിക്കാം. ഞങ്ങളെ രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിച്ചു. മരണത്തിന് ഞങ്ങളെ ഇന്ന് കുടുംബമായി ഞങ്ങൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ഈ രക്ഷയാണ്. അതുകൊണ്ട് ഇത് കേട്ടിരിക്കുന്ന ആരെങ്കിലും മരണഭയത്തോടോ അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണതയോടോ ഈ ജീവിതത്തിൽ തകർച്ചയോടെ ഇരിക്കുകയാണെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങളെല്ലാവരും വിടിവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.